ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3ds Max to D5 റെൻഡർ എന്നൊരു വർക്ക് ഫ്ലോ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതായത് എങ്ങനെ കണക്ട് ചെയ്യാം D5ലേക്ക് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ D5 റെൻഡർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ d5render.com വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ D5ൻ്റെ ഫ്രീ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ഫോർ ഫ്രീ കൊടുത്താലും മതി D5 ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ D5 ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് 3ds Maxൽ നിങ്ങൾക്ക് ഒരു മോഡലുണ്ട്. ആ മോഡൽ റെൻഡർ ചെയ്യാൻ D5ലേക്ക് എങ്ങനെ കൊണ്ടുപോകും, അതാണ് ആ ഒരു വർക്ക് ഫ്ലോ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് D5ൻ്റെ വെബ്സൈറ്റിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ വർക്ക് ഫ്ലോ എന്ന് കാണാം. ഇതിനകത്ത് കുറേ സോഫ്റ്റ്വെയർസിനെ കാണാം. സ്കെച്ചപ്പ്, 3ds Max, Revit, അങ്ങനെ പലതും. ഇതിനകത്ത് 3ds Maxലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിനകത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് രണ്ട് സാധനമാണ് കാണുന്നത്. ഒന്ന് ലൈവ് സിങ്ക് ഫോർ 3ds Max, ഒന്ന് നോർമൽ സിങ്ക് ഫോർ 3ds Max, പിന്നെ D5 റെൻഡർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടില്ലേ. ഇങ്ങനെ മൂന്ന് സാധനങ്ങളുണ്ട്. ഇതിൽ മെയിനായിട്ടുള്ളതാണ് ഈ ലൈവ് സിങ്കും സിങ്കും. അപ്പോൾ ഈ ലൈവ് സിങ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈവ് സിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചേഞ്ച് വരുത്തുന്നോ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ റീഫൈവിലേക്ക് സിങ്ക് ആവുന്ന പരിപാടിയാണ് ലൈവ് സിങ്ക്. നോർമൽ സിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡലിംഗ് സ്റ്റേജിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി നമ്മൾ സിങ്ക് പോയി ക്ലിക്ക് ചെയ്താൽ മാത്രമേ D5ലേക്ക് അത് സിങ്ക് ആവത്തുള്ളൂ. നമ്മളെപ്പോഴും പോയി അത് ചെയ്ത് കൊടുക്കണം. അതാണ് നോർമൽ സിങ്ക്. ലൈവ് സിങ്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവും. ഓക്കെ, നിങ്ങളിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്തു എന്നിരിക്കട്ടെ, എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തു. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതൊരു എന്താ പറയുക, ഒരു എക്സ്റ്റൻഷനാണ് ബേസിക്കലി. അത് ഡൗൺലോഡ് ആവും. നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ 3ds Max ഓപ്പൺ ചെയ്യാൻ. 3ds Max ഓപ്പൺ ചെയ്ത് വിട്ടുകൊണ്ട് നിങ്ങൾ ലൈവ് സിങ്ക് ഇൻസ്റ്റാൾ ചെയ്യരുത്, കാരണം ഒന്ന് ക്ലോസ് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ 3ds Max ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾ 3ds Maxൽ ഇങ്ങനെ ഒരു മോഡൽ എന്തെങ്കിലും ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാർ എടുത്തിട്ട് നിങ്ങളുടെ ഇവിടെ ടോപ്പ് ബാറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം D5ൻ്റെ ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമുക്കൊരു D5ൻ്റെ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ കുറച്ച് സിങ്ക്, ഒരു വ്യൂ സ്വിച്ച്, ക്യാമറ, ഇതൊക്കെ മങ്ങി കിടക്കുകയാണ് കാരണം നമ്മൾ സിങ്ക് ചെയ്തിട്ടില്ല. പിന്നെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സ്കെച്ചപ്പ് മോഡലായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ, ഒന്ന് D5ൻ്റെ ഒരു ഫോർമാറ്റാണ്. പിന്നെ ഒരു സെറ്റിങ്സും ഉണ്ട്. സെറ്റിങ്സിനകത്ത് കുറച്ച് ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നിങ്ങളുടെ ഇതിൻ്റെ 3ds Maxൽ ഈ മോഡലൊന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് ബട്ടൺ, സ്റ്റാർട്ട് ചെയ്യാനുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ D5ൻ്റെ ആ ഒരു വിൻഡോ ഓപ്പൺ ആവും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ന്യൂ പ്രൊജക്റ്റായിട്ട് ഓപ്പൺ ചെയ്യണോ സിങ്ക് ചെയ്യണോ എന്നുള്ളത്. നിങ്ങളെപ്പോഴും ന്യൂ പ്രൊജക്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ടങ്ങനെ ഇത് കണ്ടോ, ന്യൂ പ്രൊജക്റ്റ് അടിച്ച് കഴിയുമ്പോൾ തന്നെ D5ൻ്റെ ആ ഒരു വിൻഡോ ഓപ്പൺ ആയി. നമ്മുടെ ഈ 3ds Max മോഡൽ നേരെ D5ലേക്ക് എക്സ്പോർട്ടായി. പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഓക്കെ കൊടുക്കുക. എന്നിട്ട് D5ലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി D5ലേക്ക് എത്തിക്കണം. എൻ്റെ മോഡൽ ഇപ്പോൾ D5ലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ സെയിം ചെയ്യുന്ന പരിപാടി, D5ൽ ഇനി മെറ്റീരിയലൊക്കെ അപ്ലൈ ചെയ്യുക, റെൻഡർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി 3ds Maxൽ മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വെളുത്തിരിക്കുന്ന ഒരു മോഡൽ കാണില്ല. ഞാൻ ജസ്റ്റ് എന്താ പറയുക, പുറത്തുനിന്ന് എടുത്ത ഒരു കാറാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ മെറ്റീരിയൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല 3ds Maxനകത്ത്. നമ്മൾ ബെഡ്റൂം ഇൻറ്റീരിയറോ എക്സ്റ്റീരിയറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മെറ്റീരിയലൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് D5ലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് ആ കളറിൽ കാണാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത്, ഇപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഇത് കണ്ടോ, ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോന്നിനെ ഞാൻ ടെക്സ്ചർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്, കാരണം ഞാൻ 3ds Maxൽ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് വർക്ക് ഫ്ലോ ആണ്. ഇപ്പോൾ ഈ കാറ് വളരെ ചെറിയ സൈസിൽ കിടക്കുന്നതാണ്, 10 കിടക്കുന്നത്. ജസ്റ്റ് ഒരു 1000 അല്ലെങ്കിൽ 2000 ഒക്കെ ആയി കൊടുത്തു കഴിഞ്ഞാൽ കാറിന് നമുക്ക് നോർമൽ സൈസിൽ കാണാം. കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഈ മെറ്റീരിയലൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ബ്ലാക്ക് കളർ ആക്കണോ, കാർ പെയിൻ്റ് ഇടുന്നു. നമ്മുടെ കാറിനെ കളറൊക്കെ മാറ്റി ടെക്സ്ചർ ചെയ്തൊക്കെ കൊണ്ടുവരാം. അത് കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ടെക്സ്ചറൊക്കെ കിട്ടും ആഡ് ചെയ്യാൻ. 3ds Maxൽ തന്നെ ടെക്സ്ചറൊക്കെ ഇട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതുപോലെ റിഫ്ലക്ഷൻ, റഫ്നെസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കാറിനെ ഭംഗിയാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് 3ds Maxൻ്റെ വർക്ക് ഫ്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, കറൻ്റ്ലി ഇതിങ്ങനെ ഒരു ചെറിയൊരു പോസിന് സിമ്പിൾ ഉണ്ടാവും. നമുക്കിങ്ങനെ ഇവിടെ ഒരു സിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ലൈവ് സിങ്ക് അല്ല, നോർമൽ സിങ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പ്രാവശ്യവും എന്തെങ്കിലും എഡിറ്റ് പറ്റും. ഞാൻ ഫോർ എക്സാമ്പിൾ എനിക്ക് 3ds Max എനിക്ക് വലിയ വശമില്ല, എന്നാലും ഞാനിതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. എൻ്റെ വീലിവിടെ പോയിട്ടില്ല, കാരണം നോർമൽ സിങ്ക് ആണ്. ഞാൻ 3ds Maxലേക്ക് വന്നിട്ട് ഈ ഒരു സിങ്ക് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ വീല് കേട്ടോ പോയി. അതാണ് ഞാൻ പറഞ്ഞത്, നോർമൽ സിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തുന്നോ അപ്പോഴൊക്കെ നമ്മൾ പോയിട്ട് ഈ 3ds Maxൽ ഈ ഒരു സിങ്ക് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ലൈവ് സിങ്ക് ആയിരുന്നെങ്കിൽ നമ്മൾ അവിടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡിലീറ്റ് ആയിട്ടുണ്ടാവും.
അത്രേ ഉള്ളൂ വ്യത്യാസം ലൈവ് സിങ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ എന്താ പറയുക സിസ്റ്റത്തിന് ഹെവിയാണ് കുറച്ചുകൂടെ, കാരണം ഇത് രണ്ടും ഒരേ സമയം കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് അൺഡു ചെയ്ത വീല് വരുമോ? ഇല്ല, വന്നു, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി സിങ്ക് കൊടുക്കുക, D5ലേക്ക് സിങ്കായി, കണ്ടോ ആ വീല് തിരിച്ചു വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു സിങ്ക് ചെയ്യുന്ന ഒരു പരിപാടി. ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ഒന്ന് സേവ് ചെയ്തു. ലെറ്റ്സ് R32, ഞാൻ R32 എന്ന് തന്നെ സേവ് ചെയ്യുകയാണ് D5. നമുക്കിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തു, സേവ് ആയാലും ഞാൻ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തു. ഞാൻ എൻ്റെ ഈ 3ds Maxൻ്റെ ഈ ഒരു ഫയലും ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഒന്ന് സേവ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒന്നും കൂടി ഓപ്പൺ ആക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, രണ്ടാമത്തെ പ്രാവശ്യം ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ എൻ്റെ മോഡൽസ് ചിലപ്പോൾ ഈ വർക്ക്സ് R32 ഞാൻ ജസ്റ്റ് 3ds Max ഒന്നും കൂടി ഓപ്പൺ ആക്കുന്ന ആ ഒരു മോഡൽ ഞാൻ ഓപ്പൺ ആക്കുവാണ്. നമ്മൾ അടുത്ത ദിവസം വന്നിട്ട് ലാപ്ടോപ്പോ അല്ല കമ്പ്യൂട്ടർ തുറന്ന് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മോഡൽ നമ്മളെവിടെ എഡിറ്റ് ചെയ്ത് വെച്ചോ അവിടെ തന്നെ ഓപ്പൺ ആയിട്ട് വരും 3ds Maxനകത്ത്, കണ്ടോ. ഓക്കെ, അതങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് D5ലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു D5 നമ്മൾ സേവ് ചെയ്ത ഫോൾഡറിൽ പോയിട്ട് ഈ ഒരു .drs എന്ന് പറയുന്ന ഈ ഒരു ഫയൽ നമ്മുടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാം. അപ്പോൾ അതവിടെ D5 ഇങ്ങനെ നേരത്തെ കണ്ട പോലെ തന്നെ ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ D5 ലോഡായിട്ട് ഓപ്പൺ ആയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ പറഞ്ഞ പോലെ സിങ്ക് ചെയ്യണം. എന്നാലാണല്ലോ നമുക്ക് ആ ഒരു കണക്ഷൻ പിന്നെയും പുനഃസ്ഥാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ നമ്മൾ മോഡൽ പോയി നമ്മൾ ഫോക്കസ് ഓൺ കൊടുത്തു കഴിഞ്ഞാൽ കാർ കാണാം, കണ്ടോ. അവിടെ നിർത്തി അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു വീല് ഞാൻ ജസ്റ്റ് കളഞ്ഞു. D5ലേക്ക് എനിക്ക് സിങ്ക് ചെയ്യണമെങ്കിൽ ഞാൻ പിന്നെയും ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക. അപ്പോൾ അവരുടെ പിന്നെയും സിങ്ക് ചെയ്യട്ടെ എന്ന് ചോദിക്കും. ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് D5ലേക്ക് വന്ന് ജസ്റ്റ് ഫോക്കസ് ഓൺ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ പഴയപടി സിങ്കായി. നമ്മുടെ കാറ് വീലില്ലാണ്ട് കാണാം. അതായത് ഞാനിപ്പോൾ കളഞ്ഞത് നടന്നു. ഞാൻ പിന്നെയുള്ളതൊക്കെ റിപ്പീറ്റ്. ഞാൻ ജസ്റ്റ് എന്താ പറയുക എന്തെങ്കിലും എഡിറ്റൊക്കെ വരുത്തിയിട്ട് പിന്നെ സിങ്ക് ചെയ്യണമെങ്കിൽ പിന്നെയും പോയി ഇവിടെ സിങ്ക് അടിക്കുക. D5ലേക്ക് വന്നു കഴിഞ്ഞാൽ കേട്ടോ വീല് തിരിച്ചു വന്നു. അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ രണ്ടാമത് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ അതങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാവുന്നുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ ഇനി നിങ്ങൾ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മോഡലിൻ്റെ പൊസിഷൻ എവിടെയെങ്കിലും ചേഞ്ച് ചെയ്തു, ലൊക്കേഷൻ. അതായത് ഞാൻ ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യാം. 3ds Max നമുക്ക് ഇവിടുന്ന് സേവ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു 3ds Maxൻ്റെ ഫോൾഡർ ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ വിടുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ബേസിക്കലി അതിൻ്റെ ലൊക്കേഷൻ ഞാൻ മാറ്റി, എന്നിട്ട് അതിന് അവിടെ നിന്നാണ് ഓപ്പൺ ആക്കുന്നത്. D5 എപ്പോഴും ആ ഒരു ഫയലിൻ്റെ ലൊക്കേഷനായിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണ്, മോഡലിൻ്റെ ലൊക്കേഷനായിട്ട്. നമ്മൾ മോഡലിൻ്റെ ലൊക്കേഷൻ മാറ്റി കഴിഞ്ഞാൽ D5നെ അത് ലിങ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഞാനത് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഞാൻ ജസ്റ്റ് ആ ഒരു D5 കൂടി ഞാൻ ഓപ്പൺ ആക്കുന്നു. നമ്മുടെ മോഡലിൻ്റെ ലൊക്കേഷൻ ഞാൻ മാറ്റിയിട്ടിട്ട് ഞാൻ ഓപ്പൺ ആക്കി. ഓക്കെ, രണ്ട് സ്ഥലത്താണ് ഇപ്പോൾ കിടക്കുന്നത് എന്ന് ആലോചിക്കണം. പക്ഷേ D5ന് അത് നമ്മളിനി സിങ്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ലിങ്ക് ചെയ്യട്ടെ എന്നൊരു പ്രോംപ്റ്റ് നമുക്ക് എഴുതി കാണിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, ഇത് നമ്മുടെ സ്കെച്ചപ്പിലാണെങ്കിലും സെയിം ഒരു വർക്ക് ഫ്ലോ ആണ് വരുന്നത്, റീലിങ്ക് ചെയ്യുക എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. D5 ഒന്ന് ഓപ്പൺ ആയി വരട്ടെ. ഓക്കെ, അപ്പോൾ അതും വന്നിട്ടുണ്ട്, D5 വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ മോഡലിലേക്ക് പോകുന്നു. ഞാൻ നേരത്തെ ഇതുപോലെ ഈ ഒരു വീല് കളയുക, എനിക്ക് സിങ്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ സിങ്ക് കൊടുക്കുന്നു, സ്റ്റാർട്ട് കൊടുക്കുക, ഓക്കെ അടിക്കുക. നമ്മളിത് താഴെ സെൻഡിങ് ഡാറ്റ D5 റണ്ടർ എന്ന് പറഞ്ഞ ലോഡിങ് വന്നു. നമ്മൾ D5ലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ ഒരു പ്രോംപ്റ്റ് വന്നു, കണ്ടോ. അതായത് ക്രിയേറ്റ് എ ന്യൂ ലിങ്ക് മോഡൽ ഓർ റിപ്ലേസ് ആൻ എക്സിസ്റ്റിംഗ് വൺ. നമ്മൾ ഓൾറെഡി നേരത്തെ വർക്ക് ചെയ്തതിനെ റിപ്ലേസ് ചെയ്തിട്ട് പുതിയ മോഡലിൽ ലിങ്ക് ചെയ്യട്ടെ. അത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മോഡലിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഡ്രൈവിനകത്ത് നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ D5ന് വേറൊരു മോഡലായി ഡിറ്റക്ട് ചെയ്തു. ഒന്നുമില്ല, അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, റീപ്ലേസ് ആൻഡ് ലിങ്ക് അടിച്ചു കൊടുക്കുക. കേട്ടോ, ജസ്റ്റ് പഴയപടി സിങ്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അത്രേ ഉള്ളൂ, ഇതാണ് പരിപാടി. സിങ്കായി വന്നപ്പോൾ നമ്മുടെ സൈസ് മാറിയിട്ടുണ്ട്, കണ്ടോ. സൈസ് പിന്നെ നമ്മൾ ചെറുതായി പോയി, ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം.
അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ അങ്ങനെയാണ് TDS Max to D5 റെൻഡറിൻ്റെ ഒരു വർക്ക് ഫ്ലോ വരുന്നത്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിനേക്കാളും എന്താ പറയുക, നന്നായിട്ട് നിങ്ങൾക്ക് TDS Max അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഡൗട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.